students, today we discuss the topic Quadrature's law. ഇലക്ട്രോകെമിസ്ട്രിയിലെ ഒരു ടോപ്പിക്കാണ് Quadrature's law. അപ്പോൾ എന്താണ് അതിന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. നമുക്ക് ഈ വീഡിയോയിൽ Quadrature's lawന്റെ സ്റ്റേറ്റ്മെന്റ്, അതിന്റെ ആപ്ലിക്കേഷൻസ്, പ്രോബ്ലംസ് ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. Quadrature's law state that at infinite dilution, that is excess solvent ഉപയോഗിച്ചാലാണ് നമുക്ക് infinite dilution ആക്കുക. The molar conductivity can be expressed as sum of the contributions from its individual ions. Molar conductivity നമ്മൾ പഠിച്ചൊരു ടേമാണ്. കണ്ടക്ടിവിറ്റി ഓഫ് ഓൾ ദി അയോൺസ് ഫ്രം 1 mole of electrolyte. Conductivity of all the ions from 1 mole of electrolyte. Suppose we calculate molar conductivity of HCl at infinite dilution. അപ്പോൾ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? മോളാർ കണ്ടക്ടിവിറ്റിക്ക് റെപ്രസെന്റ് ചെയ്യുന്നതാണ് ലാംഡ. ലാംഡ എന്നാണ് പറയാം. ലാംഡ മോളാർ കണ്ടക്ടിവിറ്റി at infinite dilution, that is എക്സസ് സോൾവെന്റ് എടുത്താണ് നമ്മൾ നോട്ട് എന്ന് റെപ്രസെന്റ് ചെയ്യും. ലാംഡ എം നോട്ട് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. ഓക്കെ. എന്നാണ് കാൽക്കുലേറ്റ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് HCl അറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷൻ. ഇതാണ് അതിന്റെ റെപ്രസെന്റ് ചെയ്യുന്ന രീതി. ക്ലിയർ? അപ്പം മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് HCl അറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷൻ ഈക്വൽ ടു എന്താണ് വരിക? ഇതിലുള്ള ഇൻഡിവിജ്വൽ അയോൺസുകൾ ഏതൊക്കെയാന്ന് നോക്കുക. അതിന്റെ സം ആയിരിക്കും. ദാറ്റ് ഈസ് molar conductivity of H plus ion എപ്പോഴാണ്? at infinite dilution plus molar conductivity of Cl minus ion at infinite dilution. ഇങ്ങനെയാണ് എഴുതുക. that is sum of all the ions, that is cations and anions present in it. Clear? Second, molar conductivity of magnesium chloride at infinite dilution നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? molar conductivity of magnesium chloride എവിടെയാണ്? at infinite dilution ആണ്. നോട്ട് കൊടുക്കുക. ഇനി എങ്ങനെ അത് കണ്ടുപിടിക്കും? molar conductivity of magnesium chloride at infinite dilution, that is not equal to ഇതിലുള്ള ഇൻഡിവിജ്വൽ അയോൺസുകളുടെ മോളാർ കണ്ടക്ടിവിറ്റി ആണ്. ദാറ്റ് ഈസ് ലാംഡ എം നോട്ട്. ഏതായാണ്? മാഗ്നീഷ്യം എന്ന് പറയുമ്പോൾ കാറ്റിയോൺ 2+ കൊടുക്കുക പ്ലസ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് Cl മൈനസ് അയോൺ ദാറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷൻ. പക്ഷെ ഇവിടെ എത്ര Cl ഉണ്ട്? 2 Cl ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ 2 കൊടുക്കണം. ക്ലിയർ? അപ്പൊ ശ്രദ്ധിക്കുക, 2 കൊടുക്കണം. ഇനി മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് NaCl. NaCl ഏതൊക്കെ ഉണ്ടാവും? അപ്പൊ ലാംഡ എം മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് NaCl അറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻഡിവിജ്വൽ അയോൺസ് നമുക്ക് ഈ ഇങ്ങനെയും കൊടുക്കാം. ലാംഡാന്റെ ഒരു വാല് നീട്ടിയിട്ടും എഴുതാം. ലാംഡ രണ്ടും കറക്റ്റ് ആണ്. ലാംഡ Na പ്ലസ് അറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷൻ പ്ലസ് ലാംഡ Cl മൈനസ് അറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷൻ. മോളാർ കണ്ടക്ടിവിറ്റിക്ക് നമ്മൾ എം എന്നും കൂടി കൊടുക്കാം. മോളാർ കണ്ടക്ടൻസ്. ക്ലിയർ? സിമിലർലി വി ക്യാൻ റൈറ്റ് ലെഡ് ക്ലോറേറ്റ് Na2SO4 അലൂമിനിയം ഹൈഡ്രോക്സൈഡ്. അപ്പൊ ഇത് നിങ്ങൾ എഴുതി നോക്കുക. ഇതിൻ്റെയൊക്കെ ലാംഡായം. അപ്പൊ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ഞാൻ എങ്ങനെ എഴുതാൻ നോക്കാം. എങ്ങനെ നമുക്ക് ലാംഡായം അലൂമിനിയം ഹൈഡ്രോക്സൈഡ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് അലൂമിനിയം ഹൈഡ്രോക്സൈഡ് അറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷൻ ലാംഡ എം 0 ഈക്വൽ ടു എന്താണ് വരുന്നത്? ഇൻഡിവിജ്വൽ അയോൺസുകൾ ഏതൊക്കെയാ നോക്കുക. ദാറ്റ് ഈസ് ലാംഡ എം Al 3+ അയോൺ ആണ് ഇവിടുത്തെ കാറ്റിയോൺ. അലൂമിനിയം 3+ അറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷൻ സം ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് OH മൈനസ് അയോൺസ്. ബട്ട് യു ക്യാൻ ബാലൻസ് ദ ഇക്വേഷൻ. 3 OH മൈനസ് ഉണ്ട്. സോ 3 ഹിയർ. ക്ലിയർ? ഇങ്ങനെ നമുക്ക് മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷനിൽ നമുക്ക് എഴുതാൻ പറ്റും. സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. കാറ്റിയോൺസിന്റെ മോളാർ കണ്ടക്ടിവിറ്റി പ്ലസ് ആനിയോണിന്റെ മോളാർ കണ്ടക്ടിവിറ്റി. ക്ലിയർ? ഇനി നമുക്ക് അപ്ലിക്കേഷൻസ് ഓഫ് Quadrature's law എന്താ നോക്കാം. നെക്സ്റ്റ് വി ഡിസ്കസ് അപ്ലിക്കേഷൻ ഓഫ് Quadrature's law. For the first application,
determination of molar conductance at infinite dilution of weak electrolytes. അതായത് വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ മോളാർ കണ്ടക്ടൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷൻ നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ഒക്കെ നമ്മൾ ഗ്രാഫിക്കൽ പ്ലോട്ട് മുഖാന്തരം കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ മോളാർ കണ്ടക്ടൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലോ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പൊ സപ്പോസ് an example, we can find out molar conductance of infinite dilution of acetic acid. This is acetic acid. Acetic acid is a weak acid ആണ്. acetic acid ഒരു weak acid ആണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ മോളാർ കണ്ടക്ടൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ വാല്യൂസ് വേണം? അതായത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷൻ നമുക്ക് അറിയണം. ഇപ്പോൾ ഇവിടെ നോക്കുക. ഫോർ എക്സാമ്പിൾ, വി ക്യാൻ ഡിറ്റർമിൻ the lambda m 0, that is lambda m naught എന്ന് പറയാം, of acetic acid by knowing എന്തൊക്കെ ആവശ്യമാണ്, എന്തൊക്കെ നമുക്ക് തരണം? CH3 COONA സോഡിയം അസറ്റേറ്റിന്റെ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷൻ അറിയണം. ഒപ്പം NaCl അറിയണം. ഒപ്പം HClന്റെ ലാംഡ m വാല്യൂസ് എല്ലാം അറിയണം ഇൻഫിനിറ്റ് ഡയലൂഷനിൽ. ഈ 3 വാല്യൂസിൽ നിന്ന് നമുക്ക് അസറ്റിക് ആസിഡിന്റെ മോളാർ കണ്ടക്ടൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷൻ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? അസറ്റിക് ആസിഡ് കിട്ടാൻ ഏറ്റവും എളുപ്പത്തില് നമുക്ക് അസറ്റിക് ആസിഡ് കിട്ടാനുള്ള ഫോർമുല എന്തായിരുന്നു? ദാറ്റ് ഈസ് CH3CONA സോഡിയം അസറ്റേറ്റിനെ നമ്മൾ HCl ഡിസോൾവ് ചെയ്താൽ sodium acetate is converted plus HCl to give CH3COONH acetic acid plus എന്താ കിട്ടുക? പ്ലസ് NaCl. ക്ലിയർ? അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് അസറ്റിക് ആസിഡിനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അസറ്റിക് ആസിഡിന്റെ ഇക്വേഷൻ. അപ്പൊ അസറ്റിക് ആസിഡിന്റെ മോളാർ കണ്ടക്ടൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷൻസ് നമുക്കറിയാം, CH3COOH. ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ദിസ്, ഇങ്ങനെ എഴുതണം. അസറ്റിക് ആസിഡ് കിട്ടുന്നതാണ്. ദാറ്റ് ഈസ് എന്താണ്? ലാംഡ m ഓഫ് സോഡിയം അസറ്റേറ്റ് CH3COONA at infinite dilution plus lambda m for HCl, that is molar conductance at infinite dilution of HCl. ഇനി ഇത് NaCl കൂടെ, അപ്പൊ NaCl നമ്മൾ ഇങ്ങോട്ട് എടുക്കുമ്പോൾ മൈനസ് വരും. ലാംഡ m നോട്ട് NaCl. ഈ വാല്യൂസ് നമ്മൾ ആഡ് ചെയ്യുകയും സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഗെറ്റ് ലാംഡ m ഇൻഫിനിറ്റ് ഫോർ അസറ്റിക് ആസിഡ്. ഇത് കുറച്ചുകൂടി ക്ലിയർ ആവാൻ നമുക്കൊരു പ്രോബ്ലം നോക്കാം. പ്രോബ്ലത്തിലൂടെ നമുക്കിത് കുറച്ചും കൂടി ക്ലിയർ ആയിരിക്കും. ഓക്കെ, സപ്പോസ് വി ക്യാൻ കാൽക്കുലേറ്റ് മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷൻ ഓഫ് അസറ്റിക് ആസിഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അപ്പൊ എപ്പോഴും സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ മോളാർ കണ്ടക്ടിവിറ്റി ഇൻഫിനിറ്റ് ഡയലൂഷൻ തന്നിട്ടുണ്ട്, അതായത് NaCl തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അത് എത്രയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. HCl തന്നിട്ടുണ്ട്, അസറ്റിക് സോഡിയം അസറ്റേറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാവുന്ന ഇക്വേഷൻസ് എങ്ങനെയാണ് അസറ്റിക് ആസിഡ് ഫോം ചെയ്തത് എങ്ങനെയാണ്? ദാറ്റ് ഈസ് CH3. സോ അസറ്റിക് ആസിഡ് ഈസ് എ വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. നമുക്ക് ഈ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ലാംഡ m നോട്ട് ആണ് കാണേണ്ടത്. ദാറ്റ് ഈസ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടൻസും കൂടി പറയട്ടെ. ഇതിനെ നമ്മൾ എന്താ പറയാ? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടൻസ് ഓഫ് അസറ്റിക് ആസിഡ് CH3COH, limiting molar conductance or molar conductance at infinite dilutions. അപ്പോൾ ഇവിടുന്ന് എങ്ങനെ നമുക്ക് അസറ്റിക് ആസിഡ് കിട്ടും? സോ ഏതൊക്കെ നമ്മൾ അസറ്റിക് ആസിഡ് നോക്കാം. ഈ രണ്ടെണ്ണം, ഇപ്പുറത്തുള്ള ഈ രണ്ടെണ്ണം ഇങ്ങോട്ട് എഴുതാം. ഇത് എളുപ്പവിദ്യക്കാർ ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾക്ക് അല്ലാതെയും ചെയ്യാം. NaCl പ്ലസ് HCl. ഈ NaCl നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് NaCl വരും. ക്ലിയർ? സോ ഇതിൻ്റെയൊക്കെ ലാംഡ m വാല്യൂസ് ഇൻഫിനിറ്റ് ഡയലൂഷൻസ് നമുക്ക് അറിയാം അല്ലേ? ലാംഡ m ഇൻഫിനിറ്റ് ഡയലൂഷൻസ്.
സോഡിയം അസിറ്റേറ്റിന്റെ വാല്യൂ എത്ര തന്നിരിക്കുന്നത്? ഇതാ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോഡിയം അസിറ്റേറ്റ് എത്ര വരും? 91 വരും അല്ലേ. സോ 91 പ്ലസ് HCl എത്രയാ തന്നിരിക്കുന്നത്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ. HCl 425 ആണ്. പ്ലസ് 425 മോളാർ കണ്ടക്ടൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ. ഇതിന്റെ ഒക്കെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ വാല്യൂസ് തന്നിട്ടുണ്ട്. മൈനസ് സോഡിയം ക്ലോറൈഡിന്റെ വാല്യൂസ് തന്നിട്ടുണ്ട് അല്ലേ. എത്രയാണ്? 126.4. ഇതിന്റെ ഒക്കെ കൂടി കോമൺ ആയിട്ട് യൂണിറ്റ് സീമൻ സെന്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ്. ക്ലിയർ? ഓക്കെ. ഇപ്പൊ ഈ വാല്യൂസ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ദാറ്റ്സ് ആൻസർ ഈക്വൽ ടു എത്ര വരും? 390.5 സീമൻ സെന്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ്. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് വീക്ക് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റുകളുടെ മോളാർ കണ്ടക്ടൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈലൂഷനിൽ കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടൻസ്. ഇത് നമുക്ക് ഏതെങ്കിലും അസറ്റിക് ആസിഡ് അല്ല ഇനി വേറെ ഏതെങ്കിലും അമോണിയം ഹൈഡ്രോക്സൈഡ് ഇങ്ങനെയുള്ള തരും. ഇപ്പൊ ഡാറ്റാസ് തരും. അപ്പൊ നമുക്ക് അത് ഫോം ചെയ്യുന്ന ഇക്വേഷൻസ് ആദ്യം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഇതിനെ ഈ NaCl ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാൽ മതി. CH3COH NaCl മൈനസ് NaCl ആയിരിക്കും ഈ CH3COH ഉണ്ടാവുക. സെക്കൻഡ് ആപ്ലിക്കേഷൻ, ഡിറ്റർമിനേഷൻ ഓഫ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്. ഇപ്പൊ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആൽഫ ആയിരുന്നു അല്ലെ. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്. അപ്പൊ ഇതിന് എന്തൊക്കെ അറിയണം? ദാറ്റ് ഈസ് മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് എ പർട്ടിക്കുലർ കോൺസെൻട്രേഷൻ. അപ്പൊ നമ്മൾ അതിന് ലാംഡ എം എന്ന് എഴുതും. അറ്റ് പർട്ടിക്കുലർ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ അറ്റ് എനി കോൺസെൻട്രേഷൻ സി എന്ന് എഴുതും അല്ലെ. മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് പർട്ടിക്കുലർ കോൺസെൻട്രേഷൻ, ദാറ്റ് ഈസ് ലാംഡ എം സി. ആൻഡ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡൈലൂഷൻസ്. അത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ലാംഡ എം നോട്ട് ഓർ ഇൻഫിനിറ്റി എന്ന് നമ്മൾ കൊടുക്കാറുണ്ട്. ലാംഡ എം നോട്ട്. വി ക്യാൻ കാൽക്കുലേറ്റ് ദി ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. അപ്പൊ നമുക്ക് ഡിഗ്രി ഓഫ് ഡിസോസിയേഷന്റെ ഇക്വേഷൻ എന്താണ്? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ ഈക്വൽ ടു മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് എനി കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ molar conductivity at infinite dilution. This is the equation. Third application, calculation of dissociation constant of weak electrolyte. Weak electrolyte, that is Ka or Kb. നമ്മൾ denote ചെയ്യുന്ന ലെറ്റർ ആണ് അല്ലേ. സോ ഏതൊക്കെയാണ് വീക്ക് ഇലക്ട്രോലൈറ്റ്? CH3COH, OH, അമോണിയം ഹൈഡ്രോക്സൈഡ് ഒക്കെ വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. അപ്പൊ ഇവരുടെ Ka വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. Ka is equal to C alpha square divided by 1 minus alpha. Alpha എന്ന് പറഞ്ഞാൽ എന്താ? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. C എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ. സെയിം ഇക്വേഷൻ ആണ് Kbക്ക് ഉള്ളത്. C alpha square divided by 1 minus alpha. നമുക്ക് വേണമെങ്കിൽ ആൽഫയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും അല്ലേ. എന്തായിരുന്നു ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ദാറ്റ് ഈസ് molar conductance at concentration C divided by molar conductance at infinite dilution. ഇത് വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ C ഇൻറ്റു. ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻസ്. നമ്മൾ ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. Ka is equal to C ഇൻറ്റു ലാംഡ എം സി സ്ക്വയർ ലാംഡ എം നോട്ട് ഇൻറ്റു ലാംഡ എം നോട്ട് മൈനസ് ലാംഡ എം സി. ഓക്കെ, ഇത് ഉപയോഗിച്ച് നമുക്ക് പ്രോബ്ലം എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പൊ നമ്മുടെ തേർഡ് ആപ്ലിക്കേഷൻ എന്തായിരുന്നു? കാൽക്കുലേഷൻ ഓഫ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് എ വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ് അല്ലെ. അപ്പൊ അത് നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. The conductivity of 0.001028 moles per liter acetic acid is 4.95 into 10 raised to minus 5 Simon centimeter inverse. എന്താണ് കാണാൻ പറഞ്ഞത്? കാൽക്കുലേറ്റ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ആണ്. ഗിവൺ എന്താണ്? ലാംഡ എം നോട്ട് തന്നിട്ടുണ്ട് അല്ലെ. അസിറ്റിക് ആസിഡിന്റെ ഇൻഫിനിറ്റ് ഡൈലൂഷനിലുള്ള ലാംഡ എം വാല്യൂ തന്നിട്ടുണ്ട്. മോളാർ കണ്ടക്ടിവിറ്റി ഗിവൺ ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ആസിഡിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? K is equal to C alpha square divided by 1 minus alpha. Clear? ഇനി എന്തായിരുന്നു ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ? ആൽഫയുടെ ഇക്വേഷൻ എന്താണ്? ആൽഫ. ഓക്കെ, ഇനി ഏതൊക്കെ തന്നിരിക്കുന്നത് നോക്കാം. ഇവിടെ ലാംഡ എം
0 തന്നിട്ടുണ്ട് അല്ലേ. ലാംഡ എം സി കാണണം അറ്റ് എനി കോൺസെൻട്രേഷൻ. ഇത് നമ്മൾ പറഞ്ഞതാണ് നമ്മുടെ വീഡിയോയിൽ. ലാംഡ എം സി അറ്റ് എ ഗിവൺ കോൺസെൻട്രേഷൻ, അറ്റ് എനി കോൺസെൻട്രേഷനിൽ നമ്മുടെ ഇക്വേഷൻസ് എന്തായിരുന്നു? ദാറ്റ് ഈസ് കണ്ടക്ടിവിറ്റി K into 1000 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ, ദാറ്റ് ഈസ് മൊളാരിറ്റി ആണ് അല്ലേ. ഇതാണ് നമ്മുടെ ഇക്വേഷൻസ് അല്ലേ. ഇത് നമ്മൾ നമ്മുടെ പ്രീവിയസ് വീഡിയോയിലുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ലാംഡ എം സി ഈസ് ഈക്വൽ ടു K into 1000 by M. ഇനി നമുക്ക് ഇതിന്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്തായിരിക്കും? K എത്രയാ തന്നത്? കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ടല്ലേ. കണ്ടക്ടിവിറ്റി ഈക്വൽ ടു 4.95 into 10⁻⁻5 ആണ്. അപ്പൊ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4.95 into 10⁻⁵ into 1000 ഡിവൈഡഡ് ബൈ എന്താണ് കോൺസെൻട്രേഷൻ തന്നിരിക്കുന്നത്? മൊളാരിറ്റി ആണ്. ഇത്രയും മോൾസ് പെർ ലിറ്റർ ആണ്. ഇതാണ് അതിന്റെ കോൺസെൻട്രേഷൻ. So you can write 0.001028 moles per liter. അപ്പോൾ ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ എത്ര കിട്ടുമെന്ന് അറിയോ? 48.15 കിട്ടും. ക്ലിയർ? അപ്പോൾ നമ്മുടെ ആൻസർ ആയിട്ടില്ല, നമുക്ക് സി കാണാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്നും ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കണ്ടുപിടിക്കാം അല്ലേ. ഡിഗ്രി ഓഫ് ഡിസോസിയേഷനിൽ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. അപ്പം നമ്മൾ ഇവിടെ ആൽഫയുടെ സ്ഥാനത്ത് ആൽഫ സീക്കൽ ടു എന്താ വരിക? ലാംഡ എം സി 48.15. ലാംഡ എം നോട്ട് തന്നിട്ടുണ്ടല്ലേ. എത്രയാണ് അസറ്റിക് ആസിഡിന്റെ? 390 ആണ്. സോ വി റൈറ്റ് 390.5. 0.1233 കിട്ടും. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ 0.1233. ഓക്കെ, ഞങ്ങൾക്ക് വളരെ ഈസി ആയി നമുക്ക് എന്ത് ചെയ്യാം? ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാം അല്ലേ. ഡിസോസിയേഷൻ കോൺസ്റ്റന്റിന്റെ അകത്ത് നമുക്ക് K ഈക്വൽ ടു കോൺസെൻട്രേഷൻ എത്രയാ തന്നിരിക്കുന്നത്? ഇവിടെ തന്നിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സി തന്നിട്ടുണ്ട് 0.01028 മോൾസ് പെർ ലിറ്റർ. എത്രയാണ് ആൽഫ? ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് 0.1233 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ 0.1233. ക്ലിയർ? അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത ഗിവൺ ആൻസർ 1.78 into 10⁻⁻5. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കാം. ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഏതൊക്കെയാണ് അറിയേണ്ടത് നോക്കാം. എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളൊന്ന് ഫസ്റ്റ് വായിക്കുമ്പോൾ നമുക്കൊരു ഡിഫിക്കൽട്ടായിട്ട് തോന്നും. അപ്പോൾ നമ്മളൊന്നും കൂടി വായിച്ചിട്ട് ആദ്യം നമുക്ക് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കണ്ടുപിടിക്കുക. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് K ആണ്. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫയാണ്. അപ്പോൾ കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോഴാണ് K എന്ന് അപ്ലൈ ചെയ്യാം. ഡിസോസിയേഷൻ എന്ന് പറയുമ്പോൾ ആൽഫയാണ്. ആൽഫയുടെ ഇക്വേഷൻ നമുക്കറിയാം. അതിൽ നമുക്ക് മോളാർ കണ്ടക്ടൻസ് നമ്മൾ കണ്ട ഇക്വേഷനാണ്, നമ്മൾ പ്രീവിയസ് ആയിട്ട് പഠിച്ച ഇക്വേഷനാണ്. ദാറ്റ് ഈസ് K കണ്ടക്ടിവിറ്റി ഇൻറ്റു 1000 ബൈ മൊളാരിറ്റി. അപ്പം ഇതെല്ലാം തന്നിട്ടുണ്ട്. ഇത് ക്വസ്റ്റ്യനിൽ തന്നതാണ്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ആദ്യം ആൻസർ കിട്ടി. എഗെയിൻ നമ്മൾ ആൽഫ കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് ഇതും അറിയാം, ഇതും അറിയാം. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് K കാൽക്കുലേറ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള സിമിലർ ആയിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ട്രൈ ചെയ്യാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ചെയ്യാൻ പറ്റും. നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രോബ്ലം ഈസി ആയിട്ട് വരിക. അപ്പം നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.